സോ ചേട്ടനായിരിക്കും അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് പറയുന്നത് കാണും. ഇത് കറക്റ്റായിട്ട് ബില്ല് ഞങ്ങളുടെ മിസ്സായി. ഞാൻ ചെറിയൊരു ഓർമ്മ വെച്ച് പറയുകയാണ്. മിസ്സായിപ്പോയി. ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് മേടിക്കുമ്പോൾ 23.99 കിട്ടും. നമുക്ക് അതുമായിട്ട് പിന്നെ സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്താൽ മതി. കാരണം Hello guys, welcome to another video of our channel. And today is our weekend vlog and we are going to Costco and the town center. I hope you like this video, and if you do like it, please like, share and subscribe. Bye! See you in your way. അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഐ ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് ഗ്രേറ്റ്. സോ ഗൈസ്, ഇന്നത്തെ വ്ളോഗിനകത്ത് ഞാൻ കോസ്കോയിൽ ഷോപ്പിംഗ് ചെയ്യുന്നതും പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ടൗൺ സെൻറ്ററിൽ പോയി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നതും അതൊരു ചെറിയ വ്ളോഗായിട്ട് ഞാൻ മാറ്റിയിരിക്കുവാണ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഇവനെ കാണാൻ പറ്റുമോ? ഞങ്ങളൊരു വൈകുന്നേരത്തെ സമയത്താണ് ഇറങ്ങാൻ പ്ലാൻ ചെയ്തത്. ബിക്കോസ് ഇറ്റ് വാസ് റിയലി കോൾഡ് ആൻഡ് മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഴ ഇപ്പോൾ ചാറിക്കൊണ്ടിരിക്കുവാണ്. ഇറ്റ്സ് സോ വെറ്റ് ഔട്ട് സൈഡ്. നമുക്ക് ഈ വിൻ്റർ ടൈം ആകുമ്പം ചെറുതായിട്ടൊരു മടിയായിരിക്കും വെളിയിലൊക്കെ പോകാൻ വേണ്ടി. ഞങ്ങൾ പോകുന്ന വഴി ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ ഒരു സിഗ്നൽ കേടായിരിക്കുവാണ്. ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ടേൺ വരുമ്പോഴാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സോ എന്തായാലും അത് കഴിഞ്ഞു. ഞങ്ങൾ കോസ്കോയിലെത്തി. ഞങ്ങൾ വിചാരിച്ചു അവിടെ ഭയങ്കര തിരക്കായിരിക്കുമെന്ന്. ബട്ട് ലക്കിലി ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ബിസി. തിരക്ക് ഇൻ ദ സെൻസ് ഞങ്ങൾ വിചാരിച്ചു ഇപ്പം US ടാരിഫൊക്കെ ഇടുവാണല്ലോ, അപ്പം കോസ്കോയിൽ നിന്നൊക്കെ അമേരിക്കൻ ബ്രാൻഡല്ലേ, അപ്പം കോസ്കോയിൽ നിന്നൊക്കെ ആൾക്കാർ ഒത്തിരി സാധനങ്ങൾ മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കും. ഞങ്ങളും അതുപോലെ കുറേ സാധനങ്ങൾ ഇങ്ങനെ മേടിച്ച് സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന വെക്കണമെന്നൊക്കെ വിചാരിച്ചാണ് ഇരിക്കുന്നത്. ഞങ്ങൾ ഓൾറെഡി പാമ്പേഴ്സ് കുറേ മേടിച്ചു. ഞാൻ പാമ്പേഴ്സിനെ കുറിച്ച് പിന്നെ പറയാം. സോ അങ്ങനെ ഞങ്ങൾ ചേട്ടൻ ഞങ്ങളെ ഇറക്കിയിട്ട് എൻട്രൻസിൽ ഞങ്ങളെ ഇറക്കിയിട്ട് ചേട്ടൻ പോയി ട്രോളിയൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഞങ്ങൾ മോനെ ട്രോളിയിലിരുത്തി. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ട്രോളിയിലിരിക്കാൻ വേണ്ടി. യൂഷ്വലി ഞങ്ങളിങ്ങനെ ഗ്രോസറി സ്റ്റോഴ്സിലൊക്കെ പോകുമ്പം അവനെ പ്രാമിലിരുത്താറില്ല. ഞങ്ങളിങ്ങനെ ട്രോളി എടുത്തിട്ട് അവനെ അതിനകത്താണ് ഇരുത്താറുള്ളത്. പക്ഷേ ഹി റിയലി എൻജോയ്സ് ഇറ്റ്. അല്ലെങ്കിൽ പ്രാമിലൊക്കെ ഇരുത്തി കഴിഞ്ഞാൽ അവൻ ഭയങ്കര ബഹളമാണ്. സോ ഞങ്ങളതിന് പ്രാം എടുക്കാറില്ല. കോസ്കോയിനെ കുറിച്ച് പറയുവാണെങ്കിൽ കോസ്കോ ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് റീറ്റെയിലർ, തേർഡ് ലാർജസ്റ്റ് റീറ്റെയിലർ ഇൻ ദ വേൾഡ്. ആൻഡ് ഇവരൊരു വലിയ മൾട്ടിനാഷണൽ കോർപ്പറേഷനാണ്. ഇതൊരു അമേരിക്കൻ ബ്രാൻഡ് കൂടാണ്. ഇവർക്ക് 890 സ്റ്റോഴ്സ് അറൗണ്ട് ദ വേൾഡ് ഉണ്ട്. മെയിൻലി ഇൻ US, കാനഡ, UK എന്ന് പറഞ്ഞ സ്ഥലങ്ങൾക്ക്. പിന്നെ ഇവരുടെ മെയിൻ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ കിർക്ക്ലാൻഡാണ്. ആൻഡ് ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സിയാറ്റിൽ, വാഷിങ്ടണിലാണ്. And also they are one of the largest retailers of beef, poultry and organic produce as well as wine. So ഇത് വലിയൊരു വെയർ ഹൗസ് തന്നെയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ കോസ്കോയിനെ കുറിച്ച് കാനഡയിൽ വന്നിട്ട് 1.5 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് കോസ്കോ എന്ന് പറഞ്ഞ ഇങ്ങനത്തെ ഒരു ഷോപ്പ് ഉണ്ടെന്ന്. ഞാൻ പണ്ട് UK താമസിച്ചപ്പോൾ പോലും ഇത്രയും എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും ഞാൻ കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം വരുന്ന എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ആയിരുന്നു. അവരുടെ മെമ്പർഷിപ്പ് കാർഡ് യൂസ് ചെയ്താണ്. നമുക്ക് മെമ്പർഷിപ്പ് കാർഡ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് നമുക്ക് കൂടെ പോകാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കയറിയത്. എന്നിട്ട് ഞാൻ ഈ വെയർ ഹൗസ് കണ്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ടൊരു ഐ വാസ് റിയലി ഇൻ എ ഷോക്ക്. ഇത്രയും ഭയങ്കര വലിയൊരു വെയർ ഹൗസാണ്. നാട്ടിലൊന്നും ഞാൻ ഇങ്ങനത്തെ വലിയൊരു വെയർ ഹൗസിലൊന്നും പോയി ഷോപ്പിംഗ് ഒന്നും ചെയ്തിട്ടില്ല. സോ ഇറ്റ് വാസ് റിയലി അമേസിങ് ടു സീ ദിസ് കൈൻഡ് ഓഫ് വെയർ ഹൗസ് ആൻഡ് വെർ യു ക്യാൻ ബൈ എവ്രിതിങ് ദാറ്റ് യു നീഡ്. ആൻഡ് നമുക്ക് പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ സ്റ്റോർ ആയതുകൊണ്ട് നമുക്ക് ബൾക്കിലായിരിക്കും ഐറ്റംസ് കിട്ടുന്നത്. സോ ഇഫ് യു ആർ എ ഫാമിലി ഓഫ് 2, you may get certain items which are like in a small packages, but if you are a family of 4, then this membership card will be very useful to you, because വലിയ ഫാമിലീസ് ഉള്ള ഫാമിലീസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആണ് ഈ കാർഡ്. നമുക്ക് ഒത്തിരി സാധനങ്ങൾ മേടിക്കാൻ പറ്റും. നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ 2 പേര് മാത്രമാണെങ്കിൽ, കപ്പിൾസായിട്ട് താമസിക്കുക അല്ലെങ്കിൽ സിംഗിൾ പേഴ്സൺ ആണെങ്കിൽ നമുക്ക് മേ ബി ഇറ്റ്സ് നോട്ട് യൂസ്ഫുൾ. ഐ ഡോണ്ട് നോ അബൌട്ട് അതേഴ്സ്, ബട്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നപ്പോൾ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ എടുക്കണമെന്ന്.
പിന്നെ ഞാൻ ചിന്തിച്ചു ഇത്രയും നമ്മൾ ബൾക്കായിട്ട് സാധനം മേടിച്ചിട്ട് പെട്ടെന്ന് തീരത്തില്ലല്ലോ, പിന്നെ എന്തിനാണ് വെറുതെ മെമ്പർഷിപ്പ് എടുക്കുന്നത്. അങ്ങനെ ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോഴും ഞങ്ങൾ മെമ്പർഷിപ്പ് എടുത്തില്ല. പിന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ട് കുഞ്ഞും കൂടെ ഒക്കെ വന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മെമ്പർഷിപ്പ് കാർഡ് എടുത്തത്. സോ അങ്ങനെ കറങ്ങി നടന്നപ്പോഴാണ് ഈ സെക്ഷൻ കണ്ടത്. സത്യം ഈ സെക്ഷൻ ഞാൻ ഇത്രയും നാൾ കോസ്കോയിൽ പോയപ്പോൾ ഞാൻ ഈ സെക്ഷൻ കണ്ടില്ലായിരുന്നു. ദിസ് ഈസ് എ വൈൻ, ബിയർ, ആൽക്കഹോൾ സെക്ഷനാണിത്. ഇതവിടെ ഉണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല. എല്ലാ പ്രൊഡക്ട്സും ഉണ്ട് സാധാരണ കോസ്കോയിൽ. സോ ദിസ് മൈറ്റ് ബി ദെയർ. ഐ തോട്ട് ഇറ്റ് മൈറ്റ് ബി ഇൻ കൂളർ ഓർ സംവെയർ. ബട്ട് ഇങ്ങനെ ഓപ്പണായിട്ട് ഇരിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നു. ചേട്ടൻ അതിനെ ഇന്ന് ഡിസ്കവർ ചെയ്തതേ ഉള്ളതുകൊണ്ട് ചേട്ടനും ഭയങ്കര എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു എന്തൊക്കെയാണ് ഐറ്റംസ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ ചെക്ക് ചെയ്യുമായിരുന്നു എന്തൊക്കെ ആണ് ആൻഡ് എത്രയാണ് കണ്ടൻറ്റ്, അതിൻ്റെ ആൽക്കഹോൾ കണ്ടൻറ്റ്. സോ സംവെയർ ബിറ്റ്വീൻ 18% ആൻഡ് ഓൾ. സോ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുത്തത് തന്നെ. അപ്പം അങ്ങനെ ഞങ്ങൾ ഈ സെക്ഷൻ ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. സാധാരണ ഞങ്ങളിവിടെ വരുവാണെങ്കിൽ, കോസ്കോയിൽ വരുവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഒരു സാധനം നമ്മൾ ലിസ്റ്റായിട്ട് വരും. എന്നിട്ട് ആവശ്യമുള്ള സാധനം എടുത്തിട്ട് നമ്മളങ്ങ് പോകുവാണ്. അധികം നേരം, കാരണം ഇറ്റ്സ് എ ഹ്യൂജ് വെയർ ഹൗസ്, അപ്പോൾ അധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്താൽ നമ്മൾ മടുക്കും കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക്. സോ അത് കാരണം ഞങ്ങൾ ആവശ്യമുള്ള സാധനം മാത്രമേ മേടിക്കാറുള്ളൂ. അപ്പോൾ ഒത്തിരി സെക്ഷൻസ് ഉണ്ട്. അവിടെ ഒന്നും ഞങ്ങൾ പോയിട്ടില്ല, ഇതുവരെയും പോയിട്ടില്ല. അങ്ങനെ പല സെക്ഷൻസ് ഉണ്ട്. സോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ബേക്കറിയിലേക്ക് പോയി. ഇവിടെ ഫ്രഷ്ലി ബേക്ക്ഡ് ബൺസും പിന്നെ ക്രൂസോൺസും എല്ലാം ഇവിടെയുണ്ട്. പിന്നെ നമ്മുടെ ഇന്ത്യൻ ഐറ്റം പാനിപൂരി ഇവിടെയുണ്ട്. ബട്ട് ഞങ്ങൾ ഇവിടുന്ന് പാനിപൂരി അങ്ങനെ മേടിക്കാറില്ല. ബിക്കോസ് ഇവിടുത്തെ പാനിപൂരി മേടിച്ചിട്ട് ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ ഒരു പാനിപൂരി അങ്ങ് ഭയങ്കര തണുത്തിരിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ആയിട്ടുണ്ട്. സോ ഞങ്ങൾക്ക് ഇവിടുത്തെ പാനിപൂരി അത്രയ്ക്കും ഇഷ്ടമല്ല. ഞങ്ങൾ വേറെ ഇന്ത്യൻ ആൻഡ് പാകിസ്ഥാനി സ്റ്റോറുണ്ട്. അവിടെ നിന്നാണ്, ഇക്ബാൽ ഫുഡ്സ് എന്നാണ് ആ സ്റ്റോറിൻ്റെ പേര്. ആരെങ്കിലും കാനഡയിൽ ഇവിടെ ടൊറൻറ്റോയിൽ താമസിക്കുന്ന ആൾക്കാർ കാണുവാണെങ്കിൽ അവർക്ക് അറിയാം. ഇക്ബാൽ ഫുഡ്സ് ഉണ്ട്. അവിടുത്തെ പാനിപൂരി നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റിയാണ്. സോ അവിടുത്തെ പാനിപൂരിയാണ് ഞങ്ങൾ മേടിക്കാറുള്ളത്. സോ ഇവിടുന്ന് ഞങ്ങൾ അങ്ങനെ പാനിപൂരി മേടിക്കാറില്ല. ഫസ്റ്റ് ടൈം ഒരു പ്രാവശ്യം ഞങ്ങൾ മേടിച്ച് ട്രൈ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് അങ്ങനെ മേടിക്കാറില്ല. പിന്നെ ഇവിടുത്തെ പ്രൊഡക്ഷൻ ഹൗസും കാണാം നിങ്ങൾക്ക്. ഇവിടെ തന്നെയാണ് ഇവർ ബേക്കൊക്കെ ചെയ്യുന്നത്. സോ ഇതാണ് സെക്ഷൻ അവരുടെ. പിന്നെ ഇവിടെ കേക്കിൻ്റെ സെക്ഷൻസും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവരോട് പറഞ്ഞിട്ട് നമ്മുടെ ഇപ്പോൾ ബർത്ത്ഡേ കേക്ക് ആണെങ്കിൽ നമുക്ക് പേര് എഴുതിപ്പിക്കണമെങ്കിൽ ഇവർ തന്നെ അത് ചെയ്തും തരും. സോ അങ്ങനെ ഇവരുടെ കേക്ക്സിൻ്റെ സെക്ഷനാണിത്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള സെക്ഷനിലേക്ക് എത്തി. മീറ്റിൻ്റെ സെക്ഷൻ. ഇവിടെ ആദ്യമേ ഫിഷിൻ്റെ സെക്ഷൻ, സീ ഫുഡിൻ്റെ സെക്ഷൻ ആയിരുന്നു. ഇവിടെ നല്ല സാൽമനൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ മേടിക്കണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. കാരണം നമ്മൾ ബീഫ് മേടിക്കാനാണ് വന്നത്. മാക്രലും ഇരിപ്പുണ്ടായിരുന്നു. ബട്ട് ഇറ്റ് വാസ് ഫ്രോസൺ. സോ വി ഡിഡ്ന്റ് ബൈ ഇറ്റ്. യൂഷ്വലി ഞങ്ങൾ മീനൊക്കെ മേടിക്കുന്നത് ഞങ്ങൾ ഡൈന സീ ഫുഡ് എന്ന് പറഞ്ഞ ഒരു കടയുണ്ട്. അവിടെ ഫ്രഷ് മീൻ കിട്ടും. സോ അവിടെ നിന്നാണ് ഞങ്ങൾ സാധാരണ മീനൊക്കെ മേടിക്കുന്നത്. ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് എക്സ്പെൻസീവ് ബട്ട് യു വിൽ ഗെറ്റ് ദ ഫ്രഷ് ഐറ്റംസ് ഓവർ ദെയർ. സോ ഞങ്ങൾ അവിടെ നിന്നാണ് മേടിക്കാറുള്ളത് സീ ഫുഡൊക്കെ. പിന്നെ ബീഫ് ഞങ്ങൾ കോസ്കോയിൽ നിന്നും ആൻഡ് ചിക്കൻ നമ്മൾ ഇങ്ങനെ നോഫിൾസിൽ നിന്നൊക്കെയാണ് ഞങ്ങൾ സാധാരണ മേടിക്കാറുള്ളത്. സോ അങ്ങനെ ഇവിടെ സ്റ്റീക്ക് ഇരിപ്പുണ്ടായിരുന്നു, ബീഫ് സ്റ്റീക്ക് ഗ്രില്ല് ചെയ്യണമെങ്കിൽ അത്. ഞങ്ങൾക്ക് സ്റ്റ്യൂ കട്ട് ബീഫായിരുന്നു വേണ്ടിയത്. സോ ഇതാണ് ഞങ്ങൾ മേടിക്കാറുള്ളത്. ഇറ്റ്സ് അറൗണ്ട് $40 സംതിങ്. മിക്ക പാക്കറ്റിലും $40 പ്രൈസ്. നമുക്ക് ചിലതിനൊക്കെ $33 ഒക്കെ കിട്ടും. അപ്പോൾ ഞങ്ങളൊരെണ്ണം ചെറുതാണ് എടുത്തത്. ഞങ്ങൾക്ക് 2 നേരം കുക്ക് ചെയ്യാനുള്ള ബീഫുണ്ട്. അതിൻ്റെ ഇടയിൽ ധ്രുവ സാമ്പിളിങ് സെക്ഷനിൽ പോയിട്ട് സാമ്പിൾ മേടിച്ചു. അവൾക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെ വരുമ്പം സാമ്പിളിങ് സെക്ഷനിൽ പോയി സാമ്പിൾസ് മേടിക്കുന്നത്. കോസ്കോ അവരുടെ പുതിയ ഐറ്റംസ് ഇങ്ങനെ പെരിഷബിൾ ഐറ്റംസൊക്കെ ഇങ്ങനെ സാമ്പിളിംഗ് ആയിട്ട് പുതിയതായിട്ട് വരുമ്പം അത് അവർ സാമ്പിളിംഗ് ചെയ്യാൻ വേണ്ടി വെക്കും. സോ കസ്റ്റമേഴ്സിന് വന്നിട്ട് സാമ്പിൾ ചെയ്ത് ഇഷ്ടപ്പെട്ടതിൽ അവിടുന്ന് മേടിക്കാം. സോ അങ്ങനെ ഇത് അവൾ ടേസ്റ്റ് ചെയ്തു. അവൾക്ക് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഞങ്ങൾ മേടിക്കാമെന്നൊക്കെ വിചാരിച്ചു. ബട്ട് ഷീ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്. സോ ഞങ്ങളത് മേടിച്ചില്ല. സോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തായാലും ഇവിടം വരെ വന്നേ, അപ്പം മുട്ട മേടിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ യൂഷ്വലി നോഫിൾസിൽ നിന്നാണ് മേടിക്കാറുള്ള മുട്ട. ഇവിടെ പല വെറൈറ്റി മുട്ടയുടെ പല വെറൈറ്റി ഓഫ് ബ്രാൻഡ്സ് ഉണ്ട്. ബട്ട് ഇന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ ഒരേ ഒരു ബ്രാൻഡ് ഉണ്ടായിരുന്നുള്ളൂ. സോ ഞങ്ങൾ എന്തായാലും അത് തന്നെ മേടിച്ചു. ചേട്ടനാണ് അകത്ത് പോയത്. ഇതൊരു
ഒരു കൂളറാണ്. അപ്പം നമുക്ക് വാക്കിൻ കൂളറാണ്. അതിനകത്ത് ഡയറി പ്രോഡക്ട്സും എഗ്ഗും ഇങ്ങനെ ഫ്രൂട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ യോഗട്ട് അങ്ങനെയൊക്കെ ഐറ്റംസ് വെക്കാറുണ്ട് ഇവിടെ. സോ അങ്ങനെ മുട്ട എടുത്തുകൊണ്ട് വന്നു. എനിക്ക് തോന്നുന്നു വേറെ ബ്രാൻഡ്സൊക്കെ പെട്ടെന്ന് ആൾക്കാർ എടുത്തുകൊണ്ട് അങ്ങ് പോയെന്ന് തോന്നുന്നു. ബിക്കോസ് ഐ ഹേർഡ് ദാറ്റ് ദർ വേർ പീപ്പിൾ ഹു വെയർ സ്റ്റോക്കിംഗ് അപ്പോൺ എഗ്സ്. അമേരിക്കൻ ബ്രാൻഡുള്ള എഗ്സ് ഭയങ്കരമായിട്ട് സ്റ്റോക്ക് ചെയ്യുന്നുണ്ടെന്ന് ഇങ്ങനെ കേട്ടായിരുന്നു. ഈ പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഇത് സ്വിസ് ചോക്ലേറ്റ്സ് കണ്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചോക്ലേറ്റ്. ബട്ട് ഇറ്റ് വാസ് ഇൻ എ ബൾക്ക്, സോ ഐ ഡിഡ് നോട്ട് ബൈ ഇറ്റ്. വി ആർ ട്രൈങ് ടു കട്ട് ഓൺ ഷുഗേഴ്സ്. ധ്രുവയുടെ ബർത്ത്ഡേ അടുത്ത മാസമാണ്. അപ്പം മേടിക്കുമ്പം സ്കൂളിൽ വിടാമെന്ന് വിചാരിച്ചു. അപ്പം അത് ആ ഒരു ഡിസിഷൻ എടുത്തു. ഇപ്പം മേടിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. പിന്നെ ഞങ്ങൾക്ക് ഷ്രിമ്പ് മേടിക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്നാണ് ഷ്രിമ്പ് മേടിക്കുന്നത്. ഇവിടെ നിന്ന് മേടിക്കുമ്പോൾ ഞങ്ങളൊരു 2-3 പാക്കറ്റ്സ് മേടിക്കാറുണ്ട്. ഇറ്റ്സ് ഓൺലി $19 ആൻഡ് ഇറ്റ്സ് റിയലി ഗുഡ്. കുക്ക്ഡ് ആണ് ഷ്രിമ്പ് ആൻഡ് ഇറ്റ്സ് ടെയിൽ ഈസ് ഓഫ്. സോ നമുക്ക് അധികം ബുദ്ധിമുട്ടില്ല ക്ലീൻ ചെയ്യാനും. അങ്ങനെ ഡയറക്റ്റ്ലി നമുക്ക് എടുത്തങ്ങ് കുക്ക് ചെയ്യാം. സോ അങ്ങനെ ഞങ്ങൾ 2 പാക്കറ്റ്സ് അതിൻ്റെയും എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ദാൽ മേടിക്കാനുണ്ടായിരുന്നു. മസൂർ ദാൽ സാമ്പാറിനുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ധ്രുവ പിന്നെ സാമ്പിൾ കൊണ്ടുവന്നു. ഇതൊരു ബട്ടർ ചിക്കൻ റൈസ് വിത്ത് റൈസ് ആയിരുന്നു സാമ്പിൾ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് ഞങ്ങൾ മേടിച്ചില്ല. കാരണം ഇപ്പം അതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നി. മോമോയ്ക്കും ചെറുതായിട്ട് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. പിന്നെ ഞാനിപ്പോൾ എടുക്കുന്ന വീഡിയോ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഇങ്ങനെ നമുക്ക് ഡ്രസ്സിങ് വരെ, ഇവിടെ ക്ലോത്തിങ് സെക്ഷൻ വരെ ഉണ്ട്. ഇവിടെ ട്രൗസേഴ്സൊക്കെ നല്ല ട്രൗസേഴ്സാണ് കോസ്കോയിൽ കിട്ടുന്നത്. നമുക്ക് വർക്ക് പാൻസൊക്കെ നല്ല പാൻസ് ഇവിടുന്ന് കിട്ടും. ഞാൻ ഇവിടുന്നാണ് മേടിക്കാറുള്ള വർക്ക് പാൻസ്. പിന്നെ ഇവിടെ ആൽമണ്ട്സ്, ഇത് ഞങ്ങൾ നോക്കി. ഞങ്ങൾക്ക് വീട്ടിലിപ്പോൾ ഇരിപ്പുണ്ട്, അതുകൊണ്ട് അത് ഞങ്ങൾ മേടിച്ചില്ല. ഭയങ്കര ബൾക്കായിട്ട് നമുക്ക് ലാഭത്തിന് കിട്ടും ആൽമണ്ട്സും ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ. പിന്നെ ഇത് ബിയർ പോസ്, ഇത് ധ്രുവയ്ക്ക് വേണമെന്ന് പറഞ്ഞു. സ്കൂളിൽ കൊടുക്കാറുണ്ട്. സോ ഞങ്ങൾ അതിൻ്റെ ഒരു പാക്കറ്റ് മേടിച്ചു. ഒരു 36 പൗച്ചസ് അതിനകത്ത് കാണും. ആൻഡ് ഇറ്റ്സ് റിയലി ഗുഡ്. ഞാൻ കഴിച്ച് നോക്കിയിട്ടുണ്ട്, നല്ലതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ്, ഞങ്ങളുടെ അത്യാവശ്യ ഐറ്റംസ് എല്ലാം എടുത്തിട്ട് ഞങ്ങൾ ബില്ലിംഗ് കൗണ്ടറിൽ പോയി. നമുക്ക് ബില്ല് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ കോസ്കോയുടെ കാർഡ് ഇവിടെ സ്കാൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബില്ല് ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെ കോസ്കോ കാർഡ് സ്കാൻ ചെയ്തിട്ട് ഓരോന്നോരോന്ന് നമ്മൾ ബില്ല് ചെയ്യാൻ തുടങ്ങി. എപ്പോഴേലും ബില്ല് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് കാണും. എന്തെങ്കിലും സ്കാൻ ചെയ്തില്ല അങ്ങനെ വല്ലതും ആയി സംഭവിക്കും. അപ്പം നമുക്കിവിടെ ഇവരുടെ ഏജൻസ് നിപ്പുണ്ട് സൈഡിൽ തന്നെ. നമുക്ക് അവർ ഹെൽപ്പ് ചെയ്യും നമ്മളെ ബില്ലിങ്ങിന് എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ. യൂഷ്വലി ഞങ്ങൾ ഇവിടുന്ന് സാധനം മേടിക്കുമ്പോൾ അറൗണ്ട് $150-200 മേളിൽ പോകാറുണ്ട് ബൾക്കായിട്ട് മേടിക്കുമ്പം. ഇന്ന് ഞങ്ങൾക്ക് അത്രയും അധികം സാധനം മേടിക്കണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് ഓൺലി അറൗണ്ട് $107. സോ ഇറ്റ് വാസ് ഓൾസോ ടാക്സ് ഫ്രീ. സോ ഇറ്റ് വാസ് റിയലി ലോ ബഡ്ജറ്റ് ഷോപ്പിംഗ് ആയിരുന്നു. സോ അങ്ങനെ ഞങ്ങൾ പേയ്മെൻറ്റൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയപ്പം ധ്രുവയ്ക്ക് ഇവിടുത്തെ ഹോട്ട് ഡോഗ് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞങ്ങൾ അവിടുത്തെ ഹോട്ട് ഡോഗ് മേടിക്കാൻ വേണ്ടി ഞാനും ധ്രുവയും കൗണ്ടറിൻ്റെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. നമ്മളവിടെ പേയ്മെൻറ്റ് ചെയ്തിട്ട് POS കൗണ്ടറിൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ നമ്പർ വിളിക്കുമ്പം പോയി മേടിക്കാം. ഇവരുടെ ഹോട്ട് ഡോഗിന് $1.5 ഉള്ളൂ വിത്ത് സോഫ്റ്റ് ഡ്രിങ്ക്. ആൻഡ് വി ഓൾസോ ബോട്ട് ചിക്കൻ സ്ട്രിപ്സ് ആൻഡ് ഫ്രൈസ്. ഞങ്ങളത് കൂടെ മേടിച്ചു. എന്നിട്ട് ഞങ്ങൾ അവിടെ തന്നെ നിന്ന് കഴിക്കേണ്ടി വന്നു. ബിക്കോസ് അവിടെ തിരക്കായിരുന്നു, ഇരിക്കാനുള്ള സ്ഥലമില്ലായിരുന്നു. അവസാനം ഒരാൾ മാറി തന്നു. ബിക്കോസ് കുഞ്ഞിനെ കൊണ്ടായിരുന്നു, അപ്പം അവർ മാറി തന്നു. ബട്ട് ദ ടേബിൾ വാസ് റിയലി മെസ്സി. നോ വൺ കെയർ ടു ക്ലീൻ ദാറ്റ്. ബട്ട് വി ഗോട്ട് എ സൈഡ് സ്പേസ് ആൻഡ് വി സാറ്റ് ദെയർ ആൻഡ് വി ഹാഡ് അവർ ഫുഡ്. ആൻഡ് ദെൻ ചേട്ടൻ എല്ലാ സാധനങ്ങളും വണ്ടിക്കകത്ത് വെക്കാൻ വേണ്ടി പോയി. ആ സമയത്ത് ഞാൻ മോനെ കൊണ്ടകത്ത് നടക്കുമായിരുന്നു. അവൻ ഇങ്ങനെ നടക്കാൻ പ്രായമായതുകൊണ്ട് എല്ലായിടത്തും ഭയങ്കര നടപ്പായിരുന്നു. വെളിയിൽ ചെറുതായിട്ട് മഞ്ഞ് വീണുകൊണ്ടിരിക്കുമായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് സോ സ്ലിപ്പറി ഔട്ട്സൈഡ്. സോ വണ്ടിയെടുത്ത് നമുക്ക് എൻ്റെ ഷൂസും ഭയങ്കര സ്ലിപ്പറി ആയിരുന്നു. അപ്പം വണ്ടിയെടുത്ത് എൻട്രൻസിൽ തന്നെ ചേട്ടൻ വന്നു. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് വിട്ടു ഡയറക്റ്റ് ടൗൺ സെൻറ്ററിലേക്ക് എത്തി. ടൗൺ സെൻറ്റർ ഇവിടുത്തെ മെയിൻ ഒരു മോളാണ്. അത്യാവശ്യം വലിയ മോളാണ്. അവിടെ ചൈനീസ് ലുനാർ ന്യൂ ഇയറിൻ്റെ ഡെക്കറേഷൻസ് ഇതുവരെ മാറ്റിയിട്ടില്ല. സോ അതൊക്കെ കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോയി. മോമോ ആണെങ്കിൽ അവിടെ ഭയങ്കര നടപ്പായിരുന്നു. അവന് ഇപ്പോൾ കയ്യിലിരിക്കത്തില്ല, അവന് ഇറങ്ങി നടക്കണം. കയ്യിലിരുന്ന ഉടനെ നമ്മൾ ലൂസായിട്ട് താഴോട്ട് ഇറങ്ങിപ്പോകും. അപ്പോൾ ഗൈസ് ഞങ്ങൾ കുറേ നേരം നടന്ന്
കോസ്കോയിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങളിപ്പം STCയിൽ വന്നിരിക്കുക. ഇവിടെ ചൈനീസ് ന്യൂ ഇയറിൻ്റെ ഡെക്കറേഷൻസ് ഇതുവരെ മാറ്റിയിട്ടില്ല. സോ ഇനി ഞങ്ങൾ കുറച്ച് നേരം ടൗൺ സെൻറ്റർ എക്സ്പ്ലോർ ചെയ്യാനാണ് നടക്കുന്നത്. ഇവിടെ മോമോ നടപ്പാണ് ഫുള്ള്. അവന് നടക്കാറായതുകൊണ്ട് ഇപ്പം ഭയങ്കര നടപ്പാണ്. മോളിലും അധികം തിരക്കില്ലായിരുന്നു. ഐ ഗെസ് വിൻ്റർ ആകുമ്പം ഭയങ്കരമായിട്ട് ഡള്ളാവും എല്ലായിടത്തും. ആൾക്കാർക്ക് വീടിൻ്റെ വെളിയിൽ ഇറങ്ങാൻ അങ്ങനെ തോന്നാറില്ല. സോ ഇവിടെ മോമോ ആണെങ്കിൽ ഫുള്ള് നടപ്പ് തറയിലൊക്കെ തൊട്ട് ഞങ്ങളുടെ കയ്യിൽ വൈപ്സ് ഉണ്ട്. ഞങ്ങളത് ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ കൈയൊക്കെ തുടയ്ക്കും. ഇവിടെ മോമോ ഒരു കടയിൽ കയറിയിട്ട് കയറിയ ഉടനെ തന്നെ തിരിച്ചിറങ്ങി വന്നു. എന്തോ മാനിക്കിനെ കണ്ടിട്ട് എന്തോ ഞെട്ടി പേടിച്ച് ഇറങ്ങിയതാണ്. സോ ഇറ്റ് വാസ് റിയലി ഫണ്ണി ടു വാച്ച് ഹിം ഡൂയിങ് ദാറ്റ്. സോ ആ മാനിക്കിനെ കണ്ടിട്ട് അവൻ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് കയറിയില്ല, ഇറങ്ങി നടന്നു ഓടി അവിടെ നിന്ന്. എനിക്ക് കുഞ്ഞു പിള്ളേരിങ്ങനെ നടക്കുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമായി. ഈ പ്രായത്തിലുള്ള ധ്രുവ കുഞ്ഞതായിരുന്നപ്പം അവൾ അറൗണ്ട് ദിസ് ഏജ് അറൗണ്ട് 13 months ആയപ്പോഴാണ് ഞാൻ കാനഡയിൽ വന്നത്. അപ്പം ധ്രുവ വളർന്നത് അറൗണ്ട് 8th ഇയറിലാണ് ഞാൻ അവളെ കാനഡയിൽ കൊണ്ടുവന്നത്. സോ അത്രയും വർഷം എനിക്ക് അവളെ അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല, അവൾ വളരുന്നൊന്നും. ഈ ഒരു ഏജിൽ എനിക്ക് ധ്രുവനെ ഒട്ടും കണ്ടിട്ടില്ല ഞാനങ്ങനെ നടന്നൊക്കെ പോകുന്നത്. സോ മോമോ ഇങ്ങനെ നടക്കുന്നത് കാണാൻ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സോ ഗൈസ്, ഇതെൻ്റെ ബർത്ത്ഡേ മന്താണ്. സോ സെഫറയിൽ നിന്ന് നമുക്കൊരു ഫ്രീ ഗിഫ്റ്റ് മേടിക്കാം. നമുക്കൊന്ന് പോയി നോക്കാം അവിടെ എന്താ കിട്ടുന്നതെന്ന്. ഓക്കെ, സോ അങ്ങനെ സെഫോറയിൽ കയറി ഞാൻ എൻ്റെ ബർത്ത്ഡേ മന്തിൻ്റെ ഗിഫ്റ്റ് ക്ലെയിം ചെയ്യുമായിരുന്നു. നമുക്ക് ജസ്റ്റ് നമ്മുടെ ഇമെയിൽ ID അല്ലെങ്കിൽ ഫോൺ നമ്പർ കൊടുത്താൽ മതി. അവിടെ ഓൾറെഡി രജിസ്റ്റേർഡ് ആയിരിക്കണം നമ്മൾ. അങ്ങനെ അവിടുന്ന് ഗിഫ്റ്റ് നമുക്ക് കിട്ടും. സോ അങ്ങനെ ഞങ്ങൾ കടയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് വേറൊരു ഷോപ്പിൽ ഇത് കണ്ടു. ഈ ലോഗോ 100% കനേഡിയൻ എന്ന് പറഞ്ഞ്. ടാരിഫ് ത്രെറ്റ് കാരണം ഇപ്പം എല്ലാവരും കനേഡിയൻ പ്രൊഡക്ട്സ് മാത്രം മേടിക്കണം എന്നാണ്. ഹായ് എവ്രിവൺ. സോ ഇന്നത്തെ ഞങ്ങളുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. അപ്പം ഞങ്ങൾ കുറച്ച് കോസ്കോയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രൈസൊക്കെ പറയാം. പിന്നെ പുറയിലത്തെ പാമ്പേഴ്സിൻ്റെ സെക്ഷൻ കണ്ടിട്ട് ഞെട്ടണ്ട. കാനഡയിൽ ഇപ്പം ടാക്സ് ഫ്രീ ആണ് കിഡ്സിൻ്റെ ഐറ്റംസിനകത്ത്. സോ ഞങ്ങൾ വിചാരിച്ചാൽ പാമ്പേഴ്സ് എന്തായാലും ഇവന് വേണം. അത് കുറേ അങ്ങ് മേടിച്ച് സ്റ്റോക്ക് ചെയ്തു. നമുക്ക് സ്ഥലമുണ്ട്, സോ സ്റ്റോക്ക് ചെയ്യാമല്ലോ. അതുമല്ല, ഓരോരോ പാമ്പേഴ്സിനകത്ത് ഇത്രയും ലാഭമുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞു പിന്നെ പറയാൻ ചേട്ടനായിരിക്കും പറയുന്നത് അതിനെക്കുറിച്ച്. സോ അങ്ങനെ ഞങ്ങൾ കുറച്ച് സ്റ്റോക്ക് ചെയ്തു. സോ അത് കണ്ടിട്ട് ഞെട്ടല്ല. സോ എനിക്ക് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റും കിട്ടി. നമ്മൾ ബർത്ത്ഡേ മന്തിൽ സെഫോറയിൽ പോകുമ്പോൾ നമുക്ക് ബർത്ത്ഡേ സാമ്പിൾ കിട്ടും. ചെറിയ സാമ്പിൾ ബോക്സ് ആണ്, ബട്ട് ഇറ്റ്സ് യൂസ്ഫുൾ ആൻഡ് വി ക്യാൻ ട്രൈ ഇറ്റ് ആൻഡ് യു ക്യാൻ സീ ഇഫ് ഇറ്റ്സ് വർക്കിംഗ് ഫോർ യു ആൻഡ് ഇഫ് ഇറ്റ്സ് വർക്കിംഗ് ദെൻ യു ക്യാൻ ഗെറ്റ് ദ ബിഗ് വൺ. സോ ഞാൻ എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റും മേടിച്ചുകൊണ്ട് വന്നു. ഞാൻ പിന്നെ കാണിക്കാതെന്നാ. സോ നമ്മൾ ആദ്യമേ കോസ്കോയുടെ എന്തൊക്കെയാണ് ഞങ്ങൾ മേടിച്ചതെന്ന് ഞങ്ങൾ പറയാം. സോ ചേട്ടനായിരിക്കും അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് പറയുന്നത്. കാരണം ചേട്ടനാണ് ഈ ഇങ്ങനത്തെ ഇതിൻ്റെ ഒക്കെ കാര്യങ്ങൾ കൂടുതൽ അറിയുന്നത്, കമ്പയർ ചെയ്യുന്നത്, പ്രൈസൊക്കെ ഫ്ലയേഴ്സും നോക്കി അതൊക്കെ. സോ ഫസ്റ്റ് തുടങ്ങാം അപ്ഡൂസിൻ്റെ മെയിൻ സാധനം. എന്തോ ഇത് ബിയർ പോസ്. എനിക്കൊന്ന് ഇത് കറക്റ്റായിട്ട് ബില്ല് ഞങ്ങളുടെ മിസ്സായി. ഞാൻ ചെറിയൊരു ഓർമ്മ വെച്ച് പറയുകയാണ്. ബില്ല് മിസ്സായി പോയി. ഇതൊരു 11.99 സംതിങ് എനിക്ക് തോന്നുന്നത്. അവർക്ക് സ്കൂളിൽ കൊടുക്കും. സോ അവള് പറഞ്ഞു നല്ലതാണ്. സോ ഞങ്ങൾ പറഞ്ഞു നമ്മൾ മേടിച്ച് ട്രൈ ചെയ്യാം. നമ്മളിതുവരെ മേടിച്ചിട്ടില്ല. സോ അങ്ങനെ ഞങ്ങൾ മേടിച്ചു. ബിയർ പോസ്. ഇതിനകത്ത് 36 pouches ഉണ്ട്. അറൗണ്ട് $11 സംതിങ് ആണ് ഇതിന്റെ പ്രൈസ്. ഇതിങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു ബ്രൗണി പോലത്തെ ടൈപ്പ് കുക്കീസ്. ഓ ശരിയാണ്. ഷുഗർ കണ്ടന്റ് ഇതിനകത്ത് 13% ഉണ്ട്. സോ 1 in a day is okay. സോ അങ്ങനെ ഇതൊരെണ്ണം മേടിച്ചു. പിന്നെ ഞങ്ങൾ കൂടുതലും മേടിക്കാറുള്ളത് അവിടെ നിന്നാണ് ദാലൊക്കെ. ഞങ്ങൾ സാമ്പാറിന് വേണ്ടി ഈ ദാലാണ് യൂസ് ചെയ്യുന്നത്. കുഞ്ഞ് ദാല്. ഇത് 8 LB ആണത്.
8 LB എനിക്ക് വന്നത് ഇത് ഒരു 699 ആണ്. 699 ആണ് കറക്റ്റ് പ്രൈസ് അത്. ഇത് മസൂർ ദാൽ, കുഞ്ഞു ദാലാണിത്. സോ ഞങ്ങൾ ഇത് വെച്ചാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് കിച്ചടി ഉണ്ടാക്കും. ആൻഡ് പിന്നെ മോയ്ക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് കിച്ചടി ജസ്റ്റ് ചോറും ദാലും വെച്ച് ഉണ്ടാക്കി കൊടുക്കും. സോ ഈ ദാല് നല്ലതാണ്. അവിടെ നിന്നാണ് ഞങ്ങൾ മേടിക്കുന്നത്. അവിടെയാണ് ഞങ്ങൾക്ക് തോന്നിയത് ചീപ്പായിട്ട്. സോ അത് അവിടെ നിന്ന്. അതേപോലെ പിന്നെ നമ്മുടെ ഈ ചെറുപയറല്ലേ, കഞ്ഞിക്ക് വേണ്ടി ഞങ്ങൾ കഞ്ഞി ഇടയ്ക്ക് ഉണ്ടാക്കും. കാരണം ഒന്നും വെക്കാനുള്ള മൂടില്ലാത്ത സമയത്ത് ഞങ്ങൾ അത് ഇതേപോലെ തന്നെ സെയിം 8 LB ആണ്. അത് ഇതുപോലെ തന്നെ 699 ആണ്. ഇതൊക്കെ കോസ്കോന്ന് മേടിക്കുമ്പോൾ ലാഭമാണ്. കാരണം ഇത്രയും ബൾക്ക് സാധനമല്ല, ഇത് ചീത്തയായി പോകത്തുമില്ല. അങ്ങനെ 8 LB 8 പൗണ്ടിന് 699 വെച്ചിട്ടാണ് ഓരോന്ന്. നല്ല ക്വാളിറ്റി സാധനമാണ്. ദുനിയ എന്ന് പറഞ്ഞ ബ്രാൻഡാണിത്. സോ ഇറ്റ്സ് ഓൾസോ ഗുഡ്. ദുനിയ. അതെ, തിരിഞ്ഞാണ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് പ്രോൺസ് ആണ് മേടിക്കാറുള്ളത്. കുക്ക്ഡ് ഷ്രിംപ് പ്രോൺസ് ഷിംപാണ്, ടെയിൽ ഓഫും ആണ്. നമ്മൾ കളയേണ്ട ആവശ്യമില്ല. അതിന്റെ നമുക്ക് ടെയിൽ ഊരണം ഒരു ടെൻഷൻ വേണ്ട. ഇത് നല്ല, ഞങ്ങൾക്ക് ഇത് ഒരു പാക്കറ്റ് ഞങ്ങൾ ഒരു 4 പ്രാവശ്യം ഉണ്ടാക്കാനുള്ളതുണ്ട്. ഞങ്ങൾ മോസ്റ്റ്ലി ഞങ്ങൾ ഫ്രൈ ആണ് ചെയ്യാറുള്ളത്. ആൻഡ് സംടൈംസ് വി മേക്ക് കറി ആസ് വെൽ. സോ യാ 4 പ്രാവശ്യം ഉണ്ടാക്കാനുള്ളതുണ്ട് ഞങ്ങൾക്ക്. അതെ, ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ 1899 ആണ്. ഇപ്പം എനിക്ക് തോന്നുന്നത് 1999 ആ ഒരു റേഞ്ചൊക്കെ വരും ചില സമയത്ത്. 1799 സെയിലൊക്കെ വരുമ്പോൾ ഇപ്പം അത് 1899 ആണ് ഒരു പാക്കറ്റിന്റെ വില. നല്ലതാണ്. ഇത് കിർക്ലാൻഡിന്റെ പ്രൊഡക്റ്റ് ആണ് കോസ്കോയിലെ. പിന്നെ ഉള്ളത് വരുന്നത് ബീഫ്. ഞങ്ങൾ മെയിൻ പോയത് കോസ്കോയിൽ നിന്നാണ് ഞങ്ങൾ ബീഫ് മേടിക്കുന്നത്. വേറെ എങ്ങൊന്നും ഞങ്ങൾ ബീഫ് മേടിച്ചിട്ട് ഞങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല. കോസ്കോയിലെ കാനഡ AAA ബീഫാണ്. സോ ഇതാണ് ഞങ്ങൾ മേടിക്കാറുള്ളത്. ഞങ്ങൾ ഇന്ന് മേടിച്ചത് അറൗണ്ട് എത്ര 33.92 അത് പെർ LBക്ക് എനിക്ക് വരുന്നത്, പെർ കിലോയ്ക്ക് വരുന്നത് 1979 ആണ് പെർ കിലോ. ഇത് എത്ര? ഇത് 1.71 33.92. അതെ, ഇത് സാധാരണ 40 ആ ഒരു റേഞ്ചിലാണ് കൂടുതലും എപ്പോഴും ഉള്ളത്. 40 പ്ലസ് ആണ് അവർ പാക്ക് ചെയ്യുന്നത്. വലിയ പാക്കറ്റാണ് അവർ സാധാരണ അവർ പാക്ക് ചെയ്യുന്നത്. 40. അതെ, ഇത് ഞങ്ങൾ ചെറു നോക്കി എടുത്ത ഞങ്ങൾ, കാരണം അല്ലെ പിന്നെ 40 പ്ലസ് ഒക്കെ ആവും. പിന്നെ ഇത് ഞങ്ങൾക്ക് 2 പ്രാവശ്യം ഉണ്ടാക്കാനുള്ളതാണ്. ഞങ്ങൾ 2 പ്രാവശ്യം ഇങ്ങനെ ബീഫ് ഉലർത്തിയത് ഉണ്ടാക്കും. സോ ഞങ്ങൾക്ക് ക്വാളിറ്റി ഇഷ്ടപ്പെട്ടു, ടേസ്റ്റ്. ഈ ബീഫ് ഞാൻ സാധാരണ എനിക്ക് ബീഫ് അങ്ങനെ ഇഷ്ടപ്പെടാറില്ല. ബട്ട് ഈ ഇവിടുന്ന് മേടിക്കുന്ന കോസ്കോയിൽ നിന്ന് മേടിക്കുന്ന ബീഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാകുമ്പോൾ ഞാൻ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾക്കുള്ളത് നമ്മൾ സാധാരണ മേടിക്കുന്ന നമ്മൾ എഗ്ഗ്, അത് ജസ്റ്റ് എഗ്ഗ് മേടിച്ചെന്നേ ഉള്ളൂ. കാരണം ഇത് എല്ലായിടത്തും ഉള്ളതാണ്. പക്ഷെ കോസ്കോയിൽ സാറിന് പല വെറൈറ്റി ഉള്ളതാണ്. പക്ഷെ ഇത്തവണ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒരു വെറൈറ്റി എല്ലാം എഗ്ഗും തീർന്നു. ഐ ഹേർഡ് ബിക്കോസ് കാനഡയിൽ US താരിഫ് ഇടുന്നതുകൊണ്ട് 25% താരിഫ് ഇടുന്നതുകൊണ്ട് എല്ലാവരും എഗ്ഗ് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ബട്ട് ദിസ് വൺ ഞങ്ങൾക്ക് ഈ ബ്രാൻഡ് മാത്രമേ അവിടെ കിട്ടിയുള്ളൂ. സോ ഇതാണ് ഇന്ന് മേടിച്ചത് കേട്ടോ. ഇത് ചുമ്മാ മേടിച്ചെന്നേ ഉള്ളൂ, നമ്മുടെ എഗ്ഗ് തീരാറായതുകൊണ്ട്. അല്ലാതെ കോസ്കോയിൽ നിന്ന് തന്നെ മേടിക്കുന്നൊന്നുമില്ല. എന്തായിരുന്നു എന്തോ വീണു. സോ അങ്ങനെ എഗ്ഗ് മേടിച്ചു. പിന്നെ എനിക്ക് എൻ്റെ ബർത്ത്ഡേയുടെ ഗിഫ്റ്റ്. സോ ഇതൊരു ചെറിയ സാമ്പിളാണ്. നമുക്ക് സെഫോറയിൽ പോകുമ്പോൾ നമ്മുടെ ബർത്ത്ഡേ മന്തിൽ ഇങ്ങനെ ചില കടകളുണ്ട്, കാനഡയിലെ സ്റ്റോഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ മന്തിൽ നമുക്ക് സാമ്പിൾസ് കിട്ടും. സോ അങ്ങനെ ലാനിയേജിൻ്റെ ആണ് സാമ്പിൾ കിട്ടിയത് എനിക്ക്. ഞാൻ ഇതാണ് ചൂസ് ചെയ്തത്. അത് നല്ല ബ്രാൻഡാണെന്നാണ് ഞാൻ കേട്ടത്. അവർ തന്നത് എനിക്ക് സ്ലീപ്പിംഗ് മാസ്ക്, ലിപ്പിൻ്റെ സ്ലീപ്പിംഗ് മാസ്ക്. ഐ ഡോണ്ട് നോ ഇഫ് യു ക്യാൻ സീ ഇറ്റ്. നല്ലതാണ് ഇത്. ഞാൻ കേട്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. നല്ലതാണെന്ന്, ഇത് നല്ല ബ്രാൻഡാണെന്ന് കേട്ടിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ്, I don't know what this is, but this looks like, I can't read it, it's so tiny. ഒരു മോയ്സ്ചറൈസർ ആണ്. Blue hydraulic വാട്ടർ ബാങ്ക് cream moisturizer. ഇതൊരു ടോണർ. I don't know if you can see it. ഇതൊരു ടോണർ ആണ്, ലാനിയേജിൻ്റെ തന്നെ. ആൻഡ് ഇത് മോയ്സ്ചറൈസർ അല്ലേ? ഇതൊരു മോയ്സ്ചറൈസർ. സോ ഈ 3 നമുക്ക് കിട്ടി. നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ പോയി മേടിക്കാം. സോ I'll try this and if it's good I'm gonna buy it. The first time ആണ് ഞാൻ ലാനിയേജിൻ്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെ ഇന്നത്തെ ഒരു ചെറിയ ഔട്ടിംഗ് ആയിരുന്നു. ഞങ്ങൾക്ക് ചേട്ടൻ അവധിയുള്ള സമയത്താണ് ഞങ്ങളുടെ വീക്കെൻഡ് ആക്ച്വലി.
പിന്നെ ലാസ്റ്റിൽ നമ്മുടെ പാമ്പേഴ്സിന്റെ കാര്യം പറയാം. അത് ചേട്ടൻ പറയട്ടെ. പാമ്പേഴ്സ് ഞങ്ങൾ ആമസോണിൽ നിന്ന് സാറിന് മേടിക്കുന്നത്, വാൾമാർട്ടിലും ഉണ്ട്, കോസ്കോയിൽ അടിക്കുന്ന ഈ പാമ്പേഴ്സ് ഇങ്ങനത്തെ ക്രിക്ലാൻഡിൻ്റെ പ്രോഡക്റ്റ് മാത്രമാണ് നിൽക്കുന്നത് ഡയപ്പറായിട്ട്. തോന്നുന്നത് നമ്മൾ ഇപ്പം ഒരു ബോക്സിന് അത് എനിക്കൊന്ന് നമ്പർ 3, നമ്പർ 4 അങ്ങനെ ഒരു അതെ നമ്മൾ സൈസ് കൂടുന്നതനുസരിച്ച് എണ്ണം കുറയും അതിനകത്ത്. നമ്മുടെ ഈ പാമ്പേഴ്സിൻ്റെ നമ്പർ കൂടുന്നതനുസരിച്ച് എണ്ണം കുറയും. ഇപ്പം 3ൻ്റെ നമ്പർ 3 ആണെങ്കിൽ ഒരു 160 പീസ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ വില എന്ന് പറഞ്ഞാൽ 32.99 ആണ്. സെയിൽ ഇടുമ്പോൾ 29.99 ഒരു ആമസോണിൽ. പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അത് നേരെ 23.99 ആണ് നമുക്ക് കിട്ടുന്നത്. 23.99 നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു 5 or 6 ഒരുമിച്ച് മേടിക്കുമ്പോൾ 23.99 കിട്ടും. നമുക്ക് അതുകൊണ്ട് പിന്നെ സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്താൽ മതി. കാരണം നമ്മളിപ്പോൾ ആ ഒരു നമുക്ക് മേടിക്കാൻ വേണ്ടി മാത്രം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് പിന്നെ ക്യാൻസൽ ചെയ്യുക. ഞങ്ങൾ അങ്ങനെ ഈ 3, 4, 5, 6 എല്ലാം നമ്പർ മേടിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ടാക്സും ഇല്ലാത്തതുകൊണ്ട്. ഇപ്പൊ ടാക്സ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെർ പാക്കേജ് നമുക്ക് $9, ഓൾമോസ്റ്റ് $9, $8 ലാഭം. അതെ അല്ലെങ്കിൽ 32.90 നമ്മൾ കൊടുക്കേണ്ടി വന്നിട്ട്. അപ്പൊ നാട്ടിലെ പോലെ നമുക്ക് ഡൈപ്പർ ഇടാതെ പറ്റത്തില്ല. ഒരു തുണി യൂസ് ചെയ്യുന്ന അങ്ങനത്തെ പരിപാടിയൊന്നും ഇവിടെ നടക്കത്തില്ലല്ലോ നമുക്ക്. സോ അത് കാരണം നമുക്ക് എന്തായാലും ഡൈപ്പർ വേണം. പിന്നെ അടുത്ത ഒരു 2-3 വർഷത്തേക്കൊന്നും സ്റ്റോക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പറ്റുന്ന എത്രയാണോ അത്രയും സ്റ്റോക്ക് ചെയ്ത് നമ്മൾ വെക്കുക. ഇഫ് യു ഹാവ് സ്പേസ് വി ക്യാൻ ഡു ഇറ്റ്. നിങ്ങൾക്കും അത് കുഞ്ഞു പിള്ളേരുണ്ടെങ്കിൽ ഇതൊരു നല്ല ഐഡിയ ആണ്. ആമസോണിൽ നിന്ന് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. കോസ്കോയിൽ പോയി നോക്കിയപ്പം അവിടെ സൈസ് 3ക്ക് 222 പീസസ് ഉണ്ട്. അതിന് $50. സോ ഞങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഇവിടെ സൈസ് ലാഭം. സൈസ് 3 ഇവിടെ കിട്ടുന്നത് 160 ഡൈപ്പേഴ്സ് ആണ്. അത് നമ്മൾ 23 ആണ് ആക്ച്വൽ പ്രൈസ്. $46 സംതിങ് വരത്തുള്ളൂ. $46 360 പീസ് കിട്ടും. മറ്റേത് $50 222 പീസസേ ഉള്ളൂ. സോ യു ക്യാൻ സീ ദ ഡിഫറൻസ്. 100 പീസസിന്റെ ഡിഫറൻസ് വരും. സോ അത് കാരണം അങ്ങനെ പാമ്പേഴ്സ് കുറെ സ്റ്റോക്ക് ഉണ്ട്. അത് ആരും കണ്ടിട്ടും ഞെട്ടണ്ട. അങ്ങനെ ഞങ്ങൾ ഇനിയും February 14 വരെ എന്തായാലും നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഇതുണ്ട്. അപ്പം എത്രയും പറ്റുന്നോ അത്രയും നമുക്ക്. പിന്നെ നമുക്ക് അറിയത്തില്ല ഇവിടെ എപ്പോഴാണ് സിറ്റുവേഷൻസ് ചേഞ്ച് ആവുന്നത്, എന്തിൻ്റെ പ്രൈസസ് എല്ലാത്തിനും കൂടുമെന്നുള്ളതാണ് നമുക്ക് ഇപ്പം അറിയുന്നത്. ടാരിഫ് ഇപ്പം 30 ഡേയ്സിലേക്ക് സസ്പെൻഡ് ചെയ്തെന്ന് ഇപ്പോൾ പറയുന്നത്. ഇതിങ്ങനെ പോവുകയാണെങ്കിൽ ഓക്കെ. ഇനി ഒരു താരിഫ് ഇടുവാണെങ്കിൽ നമുക്ക് എന്തായാലും പ്രൈസ് പിന്നെ കൂടും. അമേരിക്കൻ പ്രൊഡക്ട്സിന് എന്തായാലും കൂടും. അപ്പോൾ പാമ്പേഴ്സ് ഈസ് ആൻ അമേരിക്കൻ ബ്രാൻഡ്. സോ വി ക്യാൻ എക്സ്പെക്ട് ദ പ്രൈസ് ടു ബി ഇൻക്രീസ്ഡ്. സോ എനിവേസ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്, പ്ലീസ് ഷെയർ ആൻഡ് കമൻറ്റ് ആൻഡ് ലൈക്ക്. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ബൈ. ബൈ.